അയ്യേ, ഇതെന്ത് പടമാ? മുണ്ടുമില്ല, കോണാനുമില്ല. ഒരുമാതിരി നമ്പർ പ്ലേറ്റും ബോണറ്റും ഇല്ലാത്ത കാറ് പോലെ. നിന്നോട് ആരെ പറഞ്ഞു എടുക്കാൻ? ഇവിടെ കൊണ്ടോ ഉണ്ണി ഈ മണിക്കൂസ് എന്റെ ബുക്കെടുത്ത് ചീത്തേക്കേച്ച. ഞാൻ പടം നോക്കുകയായിരുന്നു അമ്മാവാ. ഇതാ നോക്കി. നീ എന്തിനാണ് അവന്റെ സാധനങ്ങളെല്ലാം എടുക്കാൻ പോകുന്നത്? ഞാൻ പടം കാണുകയായിരുന്നു. എല്ലാം വൃത്തികെട്ട പടങ്ങൾ. ഇവിടെ കാണട്ടെ. നീ കാണണ്ട. നിന്റെ കോളേജിൽ റാഗിങ്ങോ മറ്റോ ഉണ്ടായെന്ന് കേട്ടല്ലോ. അച്ഛനെന്താ ഇതൊക്കെ തിരക്കുന്നേ? നിന്റെ പേരിൽ നടപടിയെടുക്കേണ്ടി വരുമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. അയാൾ അങ്ങനെയൊക്കെ പറയും. നിൽക്ക. കോൺട്രാക്ടർ KM കുട്ടിയോട് നീ രൂപ വാങ്ങിയോ? വാങ്ങി. എത്ര വാങ്ങി? 2 മണീസ്. എങ്ങനെ കൊടുക്കും? അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. എങ്ങനെ? ഇത്രയുടെ പ്രോബ്ലം അതൊരു പ്രോബ്ലം അല്ല. വേറെ ആരോടെല്ലാം രൂപ വാങ്ങിയിട്ടുണ്ട്? അങ്ങനെ കണക്കൊന്നുമില്ല. പിന്നെ ആ കുട്ടിയൊക്കെ പാവങ്ങളാ. അച്ഛൻ അവരെ സഹായിക്കണം. നിനക്ക് എന്ന സ്വാതന്ത്ര്യം നീ ദുരുപയോഗപ്പെടുത്തി. നിന്റെ കടമകൾ നീ മറന്നു. നിന്റെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു. നിന്നെ സ്നേഹിക്കുന്നവരെ നീ വേദനിപ്പിക്കുന്നു. അച്ഛനൊരു പഴഞ്ചനാണ്, അതുകൊണ്ട് തോന്നുന്നത്. നീ തെറ്റിദ്ധരിച്ചില്ലേ? എന്ത് തെറ്റ്? ഒന്നുമില്ല. നിശ്ചയമാണോ? അതെ. ഉറപ്പാണല്ലോ? അതെ. ഉണ്ണിക്ക് ഈ വീട്ടിൽ നിന്ന് പോകാം. അയ്യോ, ശബ്ദിക്കരുത്. Get out. എനിക്ക് സ്കൂട്ടർ വേണ്ട. മനോഹരി ദേവസുന്ദരി ചുണ്ടുകൾ തേൻ ചെണ്ടുകൾ മനോഹരി വികാരമഞ്ജരി ദേവസുന്ദരി. ഇങ്ങോട്ട് ആരോ വരുന്നുണ്ട്. നീ ആ പെണ്ണിനെ ബുക്ക് പിടി. അയ്യോടാ, നീ ആയിരുന്നോ? പരിപാടി മുഴുവൻ പൊളിച്ചല്ലോടാ. പൊളിയുന്ന എന്തിന്? നമുക്ക് തുടരാം. എന്താ ഉണ്ണിയൊരു മൗനം? ഓഫീസുമായിട്ട് പിണങ്ങി. ഗെറ്റ് ഔട്ട് ആക്കിയോ? ഇനി ഏതായാലും ഞാൻ വീട്ടിലേക്കില്ല. നിനക്ക് വട്ടുണ്ടോടാ? നാളെ ആ ഓൾഡ് മാൻ ഇവിടെ വന്ന് നിന്നെ വിളിച്ചോണ്ട് പോകും. ഇല്ല, ഞാൻ പോവില്ല. ഓൾഡ് മാൻ ഷുഡ് ബി ഹാൻഡിൽഡ് പ്രോപ്പർലി. കറവപ്പശു പോയാലേ പാലൂടി മുട്ടും. നമ്മുടെ മെയിൻ കലാപരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഇവന്റെ തന്തയാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്കൊന്ന് റിഹേഴ്സൽ ചെയ്യാം. ഐഡിയ. അതിന് നീ എന്നാ ഭാഗം? ഞാൻ ഉണ്ണിയുടെ ഭാഗം അഭിനയിക്കാം. അങ്ങനെയാണെങ്കിൽ തന്തയാരെ ഞാനായിക്കൊള്ളാം. ശരി, ഓക്കെ. എന്നാൽ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നു. റെഡി, സ്റ്റാർട്ട്. റെഡി, സ്റ്റാർട്ട്, ആക്ഷൻ. പ്രിയപ്പെട്ട പിതാവേ. ഇവിടെ കൈവരും മലയാളം പറയടാ. അച്ഛാ, ഞാൻ നിന്റെ അച്ഛനല്ല. ആണെന്നൊന്ന് വിചാരിക്കേ. നീ ഇതിൽ ഇടപെടരുത്. ഇത് അച്ഛനും മകനും തമ്മിലുള്ള പ്രശ്നമാണ്. എടാ, എന്നോട് ഇങ്ങനെയൊക്കെ പറയാം. ഞാനൊരു ഡയറക്ടർ അല്ലടാ. അല്ല, തള്ളക്കോഴി വേണ്ട. ഇറ്റ്സ് ഇറവലന്റ് ആൻഡ് ഇമ്മെറ്റീരിയൽ. നോ, വേണം. ഞാൻ തള്ളക്കോഴി. അച്ഛൻ എനിക്ക് മാപ്പ് തരണം. ഇല്ല, ചെറുക്കന് മാപ്പ് കൊടുത്താട്ടെ. അച്ഛനും അമ്മയും കൂടെ സൂചിച്ചപ്പോ സംജാതനായ ഓമന ഉണ്ണിയല്ലേ അച്ഛൻ ഞാൻ? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ ജനിച്ചത് എന്റെ ആവശ്യപ്രകാരമല്ല. മോളെ, ബസ്സിൽ പോയാ മതി കേട്ടോ. ആക്സിഡന്റ്, ഭയങ്കര ആക്സിഡന്റ്. എന്താണ് ശീതര? അമ്മാവൻ ആക്സിഡന്റ് പറ്റി. ഇപ്പൊ പറഞ്ഞോ? ഇല്ല, ഇന്നലെ രാത്രി ഗോപി ഡോക്ടർ കാറുപോയി വന്ന് അമ്മാവൻ ആശുപത്രി കൊണ്ടുപോയി. ഹാർട്ട് അറ്റാക്ക്. അയ്യോ,
ഉണ്ണിയെ വിവരം അറിയിക്കണേ. ആ രഘു വന്നല്ലോ. നീ വരുന്നില്ലേ? ഇല്ല. എണീക്കടാ. വാ വാ. ആ ഉണ്ണിയുടെ പ്രശ്നം എന്തായി? അത് അവൻ തന്നെ തീരുമാനിക്കണം. 2 ദിവസം കൂടെ കാക്കാം. ഛേ, അത് പറ്റില്ല. പല്ല് തേക്കാനുള്ള പശ പോലും അവന്റെ ഇല്ല. ഓൾഡ് മാനെ കൈകാര്യം ചെയ്യാൻ നമ്മളോട് അവനെ സഹായിക്കണം. തന്തമാരുടെ കാര്യത്തിൽ യൂണിവേഴ്സലായി ഒരു നിയമമേ ഉള്ളൂ: ഹാൻഡിൽ വിത്ത് കെയർ. ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യാൻ. ഉണ്ണി, യു മസ്റ്റ് ഗോ ടു ഹിം. അതിന് നീ എന്തിനു നിർബന്ധിക്കുന്നു? നമുക്ക് പോവാം. ആ വാ. ആ പോവാം. പറ്റേ പോട്ടെടാ. നീ എന്തിനാ വന്നേ? എനിക്ക് വരാൻ കൊള്ളാവുന്ന സ്ഥലമല്ലെന്ന് മനസ്സിലായി. ഉണ്ണിയേട്ടനെ അത്യാവശ്യമായി കാണേണ്ടതുണ്ടായിരുന്നു. എന്തിന്? ഇന്നലെ രാത്രി അമ്മാവന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ആരോഗ്യ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ബോധം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. വരൂ, പോകാം. ഞാൻ വരുന്നില്ല. ഇപ്പൊ വരും. വരില്ല. ഉണ്ണിയേട്ടാ, നീ പോടി. പോകാൻ പറഞ്ഞില്ലേ? അമ്മായി എന്നെ പറഞ്ഞു വിട്ടതാണ്. ഞാൻ എന്ത് പറയണം? വരില്ലെന്ന് പറയണം. ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ആ ചെയ്തോളൂ. ഹലോ, ആരോഗ്യ നഴ്സിംഗ് ഹോം അല്ലേ? എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കേശവ പണിക്കരെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ആ, ഇപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പരിചയക്കാരനാണ്. താങ്ക്സ്. അച്ഛന്റെ കാര്യം അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞാൽ അവൻ വരാതിരിക്കില്ല. പാർവതി മോൾ അന്വേഷിച്ചിട്ട് അവനെ കണ്ടില്ലേ? ഇല്ല. ഉറക്കമാണോ? ആ, ഇനി കുഴപ്പമൊന്നുമില്ല. അധികം സംസാരിക്കരുത്. അമ്മ വീട്ടിൽ പോയി കുളിക്കോ ആഹാരം കഴിക്കോ എന്തെങ്കിലും ചെയ്യും. ഇവിടെ ആരെങ്കിലും ഒരാൾ ഇരുന്നാ മതി. വരട്ടെ. അമ്മാവിയും അമ്മയും കൂടെ വീട്ടിൽ പോയിക്കോ. ഞാനിവിടെ ഇരുന്നോളാം. മോളെ, അമ്മായി വീട്ടിൽ പോയിട്ട് വേഗം വരാം. നോക്കിക്കൊള്ളണേ. ഒന്നും പേടിക്കണ്ട. പതുക്കെ വന്നാ മതി. ആ,
നീ ഇങ്ങനെ ഇവിടെ കൂനി പിടിച്ചിരുന്നാലും എങ്ങനെ? നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങൾക്ക് ഇന്നൊരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട്. ചിലപ്പോ ഒരു സെക്കൻഡ് ഷോ സിനിമയും കാണും. ഉണ്ണി, നീ നിന്റെ മൂപ്പിൽസിനെ കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ല. പണമില്ലാതെ എങ്ങനെടാ? ഉണ്ണേ, ഗുഹയിലെ ചെലവിൽ കഴിഞ്ഞ മാസത്തെ നിന്റെ ഷെയർ ഇതേവരെ കിട്ടിയിട്ടില്ല. എന്റെ പൈസ മുഴുവൻ തീർന്നു. പിന്നെ സമയായി, നമുക്ക് പോവാം. ആ, ഞങ്ങള് പോകുന്നു. അപ്പൊ ശരി, ഓക്കെ. കുഞ്ഞെ, പുറത്തു പോയി വല്ലതും കഴിക്കണം. ഇവിടെ ഒന്നുമില്ല. വീട്ടിൽ പോകാൻ തിരക്കായോ? അസുഖം മാറിയിട്ട് പോയാൽ മതി. അസുഖം മാറാതെ ഞാൻ വിടുകയുമില്ല. ഇവൾ ക്ലാസ് മുടക്കിയിരിക്കുകയാണ്. അതേ ഉള്ളൊരു പ്രയാസം. ക്ലാസ് ഒന്നും മുടക്കണ്ട. ഇന്ന് ചെക്കപ്പ് കഴിഞ്ഞ് വീട്ടിൽ പോവാം. പിന്നെ ക്ഷോഭം വരാതെ സ്വയം നിയന്ത്രിക്കണം. ഒന്നും സാരമില്ലെന്ന് കരുതണം. ഞാനും അങ്ങനെ കരുതിയിരിക്കുകയാണ്. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ണിയോടുള്ള നിലപാടിൽ മാറ്റമൊന്നുമില്ല. അത് വേണോ? വേണം. അവന് വാശിയേറണം. എന്നെ തോൽപ്പിച്ചുകൊണ്ടെങ്കിലും അവൻ വിജയിക്കണം. യു ഡോണ്ട് വറി ഗോപി. അവൻ നന്നായി കണ്ടിട്ടേ ഞാൻ മരിക്കൂ. ഉണ്ണിക്ക് പഠിത്തം തുടരാൻ പൈസ വേണ്ടേ? അവനിത് സമ്പാദിക്കണം. ഹൗ? ബൈ വർക്കിംഗ്. ജോലി ചെയ്ത്, വിയർത്ത് ജോലി ചെയ്ത് സമ്പാദിക്കണം. അവൾ ബുദ്ധിയുള്ളവളാണ്. അവൾ കേൾക്കാതെ എനിക്ക് ഗോപിയോട് സംസാരിക്കാനുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എനിക്ക് ചിലത് പറയാനുണ്ട്.